ഹലോ, ഞാൻ ഇന്നേ ചിക്കൻ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക, 2 സ്പൂൺ മുളക് പൊടി ഇടുക, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇടുക. എന്നിട്ട് ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അത് 2 സ്പൂൺ ഒഴിക്കുക, ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് 2 കിലോ ചിക്കനാണ് കേട്ടോ, അതിൽ എല്ല് മാറ്റിയിട്ടുള്ള ചിക്കനാണ്. അതൊന്നൊരു 10 മിനിറ്റ് മസാല പിടിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വറുത്തെടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് വറുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയിൽ വറുത്താൽ കുറച്ച് ദിവസം ലാസ്റ്റ് ചെയ്തിരിക്കും. അതൊന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി മുരിഞ്ഞ് വന്നാൽ നല്ലെണ്ണ ഒഴിക്കുക. ഇതിൽ ഞാനൊരു സംഭവം മറന്നു, വേപ്പില ഇടാൻ മറന്നു. ഫസ്റ്റ് വേപ്പില ഇട്ടിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ അച്ചാർ പൊടി ഇടുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നാൽ 1 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിക്കുക. അതൊന്ന് തിളച്ച് നന്നായി വന്നു കഴിഞ്ഞാൽ 1 ടീസ്പൂൺ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് എത്രയാണോ ഉപ്പ്, ആ പുളിയൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. അതൊന്ന് കുറുകി വന്നാൽ അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് നന്നായി മിക്സായി ഒന്ന് ചിക്കനിലേക്ക് ആ ചൂട് മസാലയ്ക്ക് ഒന്ന് കയറി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടാറാൻ വയ്ക്കുക. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മളത് കഴിച്ച് നോക്കിയാൽ മതിട്ടോ. എന്നാലാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള ടേസ്റ്റ് ചിക്കനിലൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് കിട്ടും.